शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणि नमोस्तुते. ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല 2025 മാർച്ച് 13 വ്യാഴാഴ്ച അടുപ്പുവെട്ട് രാവിലെ 10:15 പൊങ്കാല നിവേദ്യം ഉച്ചയ്ക്ക് 1:15. ഇഷ്ടവരദായിനിയായ ആറ്റുകാലമ്മയ്ക്കുള്ള ഭക്തരുടെ ആത്മസമർപ്പണമാണ് പൊങ്കാല. കുംഭമാസത്തിലെ പൂരം നക്ഷത്രത്തിൽ നടക്കുന്ന ആറ്റുകാൽ പൊങ്കാല ദിവസമാണ് ഭക്തർക്ക് സ്വന്തം കൈയാൽ ദേവിക്ക് നിവേദ്യം സമർപ്പിക്കാനുള്ള അവസരം ലഭിക്കുന്നത്. പൊങ്കാല അർപ്പിച്ച് ദേവിയോട് ഉള്ളു തുറന്ന് പ്രാർത്ഥിച്ചാൽ ഫലം ഉറപ്പാണ്. ആറ്റുകാൽ പൊങ്കാല ദിവസത്തെ പ്രധാന വഴിപാടായ പൊങ്കാല പായസം കൂടാതെ വെള്ളനിവേദ്യം, തെരളി, മണ്ടപ്പുറ്റ് എന്നിവയാണ് പ്രധാനപ്പെട്ട മറ്റു നിവേദ്യങ്ങൾ. അഭീഷ്ടസിദ്ധിക്ക് വേണ്ടിയാണ് വെള്ളനിവേദ്യം തയ്യാറാക്കുന്നത്. ധനധാന്യ സമൃദ്ധിക്കും കുടുംബ ഐശ്വര്യത്തിനും വേണ്ടിയാണ് തെരളി അഥവാ അടനിവേദ്യം. വിട്ടുമാറാത്ത തലവേദനയുള്ളവർ രോഗശാന്തിക്കായി നടത്തുന്ന വഴിപാടാണ് പയറും അരിപ്പൊടിയും ശർക്കരയും ചേർത്തുണ്ടാക്കുന്ന മണ്ടപ്പുറ്റ്. കൂടാതെ എല്ലാ ദിവസവും ഭക്തർക്ക് വഴിപാടായി നടത്താൻ സാധിക്കുന്ന വിവിധ പൊങ്കാല വഴിപാടുകളുമുണ്ട്. ഇതിനായി ക്ഷേത്രത്തിൽ നിന്നും റെസിപ്റ്റ് എടുത്ത ശേഷം പ്രസാദം കൈപ്പറ്റാവുന്നതാണ്. ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല 2025 മാർച്ച് 13 വ്യാഴാഴ്ച അടുപ്പുവെട്ട് രാവിലെ 10:15 പൊങ്കാല നിവേദ്യം ഉച്ചയ്ക്ക് 1:15. പൊങ്കാല സമർപ്പണം കൂടാതെ ഉദയാസ്തമന പൂജ, ലക്ഷാർച്ചന, നെയ്വിളക്ക്, ചുറ്റുവിളക്ക്, ഭഗവതി സേവ, കുങ്കുമാഭിഷേകം, പുഷ്പാഭിഷേകം, കളഭാഭിഷേകം, നെയ്യഭിഷേകം തുടങ്ങിയ അഭിഷേകങ്ങളും മുഴുക്കാപ്പ്, ശ്രീബലി തുടങ്ങിയ പൂജകളും നടത്താവുന്നതാണ്. നമ്മുടെ ക്ഷേത്രത്തിൽ പ്രധാനമായിട്ടും നടക്കുന്ന ഇതാണ് ശീവേലി. ശ്രീബലി എന്ന് പറയും, അതിന് ശീവേലി എന്ന് പറയപ്പെടുന്നു. 1995 മുതലാണ് ശ്രീബലി പൂജ ഈ ക്ഷേത്രത്തിൽ നടത്തി തുടങ്ങിയത്. സാധാരണ 3 നേരമാണ് ഇതുള്ളത്. ഒന്ന് ഉഷ ശ്രീബലി രാവിലെയുള്ളത്, രണ്ടാമത്തത് ഉച്ച ശ്രീബലി ഉച്ചയ്ക്കുള്ളത്, പിന്നെ വൈകുന്നേരം അത്താഴ ശ്രീബലി. ഈ രാവിലെയുള്ള ശ്രീബലിയുടെ ഏറ്റവും പ്രധാനം അതിൽ പങ്കെടുക്കുന്നവർക്ക് വിദ്യാഭ്യാസപരമായിട്ടുള്ള അഭിവൃദ്ധി വരും, വിദ്യാഭ്യാസത്തെ മുന്നേറ്റം വരും എന്നുള്ള സങ്കല്പം കൊണ്ടാണ് ഈ ശ്രീബലിയിൽ ഭക്തജനങ്ങൾ പങ്കെടുക്കാറുണ്ട്. ശിവേലി സമയത്ത് അതിനെ ദേവിയുടെ കൂടെ ക്ഷേത്രം വലയം വയ്ക്കുന്നതിലേക്ക് വേണ്ടി അനുഗമിക്കാറുമുണ്ട്. ഉച്ച സമയത്തുള്ള ശീവേലി മംഗല്യകാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള ഒരു ചടങ്ങായിട്ടാണ് കാണുന്നത്. ആ രീതിയിലാണ് ഓരോരുത്തർ ചെയ്യുന്നത്. അത്താഴ ശ്രീബലി ആരോഗ്യത്തിനും ഐശ്വര്യത്തിനും കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും വേണ്ടിയാണ് അത്താഴ ശീവേലി ഭക്തജനങ്ങൾ വന്ന് തൊഴുന്നത്. സാധാരണ ഭക്തജനങ്ങൾ ശിവേലി തൊഴാൻ വേണ്ടി മാത്രം തന്നെ ആ സമയത്ത് ദീപാരാധന കഴിഞ്ഞ് ഇതിൽ പങ്കെടുക്കാൻ വേണ്ടിയുള്ള താല്പര്യം ഭക്തജനങ്ങൾ കാണിക്കാറുണ്ട്. നാരങ്ങാവിളക്ക്, സാരി സമർപ്പണം എന്നിവയും ദേവിക്ക് വഴിപാടായി ഭക്തർ സമർപ്പിക്കുന്നു. സാധാരണ ക്ഷേത്രത്തിലൂടെ ഏറ്റവും വരുന്ന നേർച്ചകൾ നാരങ്ങാവിളക്ക് നേർച്ചയാണ് വരുന്നത്. സാധാരണ സ്ത്രീജനങ്ങളാണ് പതിവായിട്ട് നാരങ്ങാവിളക്ക് കത്തിക്കുന്നത്. അതുകൊണ്ടുള്ള ഉദ്ദേശം ഐശ്വര്യപൂർണമായിട്ടുള്ള കുടുംബജീവിതത്തിനും വിദ്യാഭ്യാസത്തിനും എല്ലാത്തിലും വേണ്ടിയാണ് നാരങ്ങാവിളക്ക് കത്തിക്കുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ ദേവിക്ക് വസ്ത്രങ്ങൾ സമർപ്പിക്കാറുണ്ട്. ദേവിക്ക് വേണ്ട ആഭരണങ്ങളൊക്കെ ഓരോ ഭക്തജനങ്ങൾ കൊണ്ട് നടക്കി വെക്കാറുണ്ട്. ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്ര്യംബകേ ഗൗരീ നാരായണി നമോസ്തുതേ. ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല 2025 മാർച്ച് 13 വ്യാഴാഴ്ച അടുപ്പുവെട്ട് രാവിലെ 10:15 പൊങ്കാല നിവേദ്യം ഉച്ചയ്ക്ക് 1:15.